ഹലോ മക്കേഴ്സ്, ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കണം. അതാ നോക്കിക്കോളൂ, ഏതാണ് തരംഗ ചലനം, വേവ് മോഷൻ എന്നുള്ളതാണ്. ഈ തരംഗ ചലനം നമുക്ക് മെക്കാനിക്കൽ വേവ്സ്, അതായത് യാന്ത്രിക തരംഗങ്ങളും അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും വരുന്നുണ്ട്. അതിൽ തരംഗ ചലനത്തിൽ നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് മെക്കാനിക്കൽ വേവ്സ്, യാന്ത്രിക തരംഗങ്ങളാണ്. അത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ്. ശ്രദ്ധിക്കണം മക്കളെ, ഏതാണ്? ഒന്ന് ട്രാൻസ്വേഴ്സ് അനുപ്രസ്ഥ തരംഗം, മറ്റൊന്ന് ഏതാണ്? ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് അനുധാരിക തരംഗം. അത് വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലൊരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് മർദ്ദം കൂടിയ മേഖല, പ്രഷർ കൂടിയ ഏരിയ കംപ്രഷൻ എന്ന് പറയും. ഇനി മർദ്ദം കുറഞ്ഞ മേഖലയെ നമ്മൾ റയർ ഫാക്ഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് നിങ്ങൾ പഠിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ: പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന എപ്പോഴും പാരലൽ ആയിരിക്കും, അതായത് കണികകൾ എപ്പോഴും കമ്പനം ചെയ്യുന്നത് സമാന്തരമായിരിക്കും. രണ്ടാമത്തെ കംപ്രഷൻ ആൻഡ് റയർ ഫാക്ഷൻ ഫോം ഓർത്ത് വയ്ക്കുക. ഉച്ചമർദ്ദ മേഖലകളും അതേപോലെ തന്നെ നീച്ചമർദ്ദ മേഖലകളും രൂപപ്പെടുന്നു എന്ന് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ വരുന്നത് നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ്, അനുപ്രസ്ഥ തരംഗം എന്ന് പറയും. ഈ അനുപ്രസ്ഥ തരംഗത്തിൽ ഇതാ വേവ് ഇതേപോലത്തെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് അനുപ്രസ്ഥ തരംഗമാണെന്ന് ഓർത്ത് വയ്ക്കുക. അതിൽ പാർട്ടിക്കിൾ, അതായത് കണികകൾ കമ്പനം ചെയ്യുന്നത് ലംബമായിട്ടായിരിക്കും. വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ അതിനകത്ത് ക്രസ്റ്റും ട്രഫും, ശൃംഖവും ഗർത്തവും രൂപപ്പെടുന്നു ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് നമ്മൾ കയറൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ റോപ്പിൽ ഉണ്ടാകുന്ന ആ ചലനം. ലോഞ്ചിറ്റ്യൂഡ് വേവ്സ് ആണെങ്കിൽ സൗണ്ട് വേവ് എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. വെള്ളത്തിൽ തിരമാലകൾ വരുന്നത് ഏതായിരിക്കണം? അത് ട്രാൻസ്വേഴ്സ് വേവ്. അപ്പൊ ഇത് ഈ ഒരു ചെറിയ കാര്യം വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക, പരീക്ഷയ്ക്ക് അടിപൊളിയാക്കുക. ഓക്കേടാ.